അതുപോലെ മുസ്ലിം സമുദായത്തിന് ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ശരിക്കും 26.88% മുസ്ലിം ജനവിഭാഗം ഉണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന സംവരണം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് 22.85% മാത്രമാണ്. എന്നിട്ടാണ് വെള്ളപ്പള്ളി നിലവിളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് കൂടുതലായൊന്നും പറയില്ല. അതുപോലെ ക്രൈസ്തവ വിഭാഗം 18.33% ഉള്ളത്. അവർക്ക് പക്ഷേ കുറച്ച് അവരുടെ ജനസംഖ്യ ആനുപാതികമല്ല, അതിൽ കൂടുതൽ 19% അവർക്ക് പ്രാതിനിധ്യം നമ്മുടെ സഭയിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ ലാറ്റിൻ അതുപോലെ ദലിത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ആകെ കീഴടലില് 60% മുകളിലുണ്ട്. പക്ഷെ അവർക്ക് 60.71 മൊത്തം കൂട്ടുമ്പോൾ 60.71 ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ സാഹോദര്യ സംഗമം നടത്തുമ്പോൾ നമുക്കറിയാം വിവിധ സമുദായങ്ങൾ സംഘടിതരാവുകയും വലിയ തോതിൽ സംഘടിതരാവുകയും അതോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് നിലവിലുള്ള സവർണ അധികാരത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്ന് പോണ, ഇന്ത്യയിൽ മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ നിലനിന്ന് പോണ ഈ സവർണ അധികാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിനുള്ള ഒരു തുടക്കമാവണം ഇവിടെ വരേണ്ടത്. അതായത് വെറും 12% വരുന്നവര് ഇരട്ടി 22%-ഓളം പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഉണ്ടാക്കിയെടുത്ത് ഭരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.